بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الذي وجد رسوله وخليله يتيما فآوى وعائلا فأغنى وجعله عبدا رسولا لا ملكا نبيا اللهم صل على سيدنا محمد هاه الرحمة وميم الملك ودال الدوام السيد الكامل الفاتح الخاتم عدد ما في علمك كائن أو قد كان كلما ذكرك وذكره الذاكرون وكلما غفل عن ذكرك وذكره الغافلون صلاة دائمة بدوامك باقية ببقائك لا منتهى لها دون علمك إنك على كل شيء قدير أما بعد فإنه كان رسول الله صلى الله عليه وسلم أجود الناس فلم تزل في ضمائر الكون تختار لك الأمهات والآباء تنقلت في أصلاب أرباب سودد كذا الشمس في أبراجها تتنقل ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിൽ ഫഖീറായി ജനിച്ചിട്ടില്ല എന്ന നമ്മുടെ ഈ അജ്വദുന്നാസ് എന്ന ക്യാമ്പയിനിലെ ഒന്നാം ശീർഷകം അതിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമ്പന്ന ഭരണ കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് ഖുറൈശിയാണ്, എല്ലാവർക്കും അറിയാം. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാഷിമിയാണ്. അവരായിരുന്നു മക്കയിലെ ഭരണകാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഒത്താശ ചെയ്യുക, ദരിദ്രരെ സഹായിക്കുക, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക മുതലായ പൊതുജന റിലീഫ് സംബന്ധമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഭരണങ്ങളും നടത്തിയിരുന്നത്. നമുക്കറിയാം, അബ്ദുമനാഫ് അവർക്ക് ധാരാളം മക്കളുണ്ട്. ഈ അബ്ദുമനാഫ് ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാപിതാമഹനായ അബ്ദുമനാഫ്. അവരുടെ പിതാവായ ഖുസൈൻ്റെ കാലത്ത് തന്നെ മക്കയിലുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തവരായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു താരിഖുൽ ഖമീസിൽ കാണാം, വസാദ അബ്ദുമനാഫിൻ ഫി ഹയാത്തി അബീഹി വകാന മുതാഅൻ ഫി ഖുറൈശിൻ വഹുവ അല്ലദീ യുദ്ആ അൽ ഖമറു. ഖുറൈശികളിൽ പരക്കെ സമ്മതനായ പിതാവുള്ള കാലത്ത് തന്നെ നേതാവായ മഹാനാണ് അബ്ദുമനാഫ് എന്നവർ. അവരെ വിളിക്കൽ ഖമർ എന്നാണ്. എന്താ കാരണം? അവരുടെ ഭംഗിക്ക് വേണ്ടി. അവരുടെ പേര് മുഗൈറ എന്നാണെങ്കിലും വിളിപ്പേര് അബ്ദു ശംസ് എന്നാകുന്നു. അവർ ഖുറൈശികളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു. അവരുടെ വഫാത്തിൻ്റെ ശേഷം അവരുടെ മക്കളായ ഹാഷിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹനാണ്. അവരാണ് മക്കയിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തിരുന്നത്. ഹാഷിം എന്നുള്ളത് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തറവാട്
അത് നാം മനസ്സിലാക്കുമ്പോൾ അത് ഉയർന്ന തറവാടാണ്, ഖുറൈശിയാണ്, ഖുറൈശികളിൽ വെച്ച തലവന്മാരാണ് എന്നെല്ലാം എല്ലാവർക്കും അറിയുമെങ്കിലും അതെല്ലാം വെറും പേരും പ്രസക്തിയും മാത്രമാണ്. സാമ്പത്തികമായി അവർ പിന്നോട്ടായിരുന്നു എന്നുള്ള ധാരണ നീക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ ജനിച്ചു. ഉയർന്ന ശേഷിയുള്ള ഒരു കുടുംബത്തിലെ ഉള്ള മഹാന്മാരുടെ മടിയിലേക്കാണ് റസൂലുള്ളാഹി പ്രസവിച്ച് വീഴുന്നത് എന്നല്ലാതെ ഒരു സാധാരണ കുടുംബത്തിലോ അതിനേക്കാളും താഴ്ന്ന കുടുംബത്തിലോ അല്ല. സാമ്പത്തികമായി പിന്നോട്ടടിച്ച കുടുംബത്തിലല്ല റസൂലുള്ളാഹിന്റെ ജനനം. നാം മനസ്സിലാക്കണം, ഇന്ന് ലോകത്തുള്ള പല ആളുകളുമുണ്ട്, അതിൽ പ്രസക്തിയുള്ള വലിയ വലിയ ആളുകൾ, അതിൽപ്പെട്ട രാജകുടുംബത്തിൽപ്പെട്ടവർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന UAE രാജകുടുംബത്തിൽപ്പെട്ട നഹിയാൻ കുടുംബം, അല്ലെങ്കിൽ ദുബായിലെ രാജകുടുംബത്തിൽപ്പെട്ട മക്തൂം കുടുംബം, അതുപോലെ ഓരോരോ നാട്ടിലെ രാജകുടുംബത്തെ ഏറ്റെടുത്താൽ നോക്കിയാൽ ആ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി നേതാവായി വരികയും അവിടുത്തെ ഭരണം ഏറ്റെടുക്കുകയും അവർ പട്ടിണി കിടന്നു എന്നും പറയുമ്പോഴാണ് എന്ത് പട്ടിണിയാണ് ആക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവിടെ ഉണ്ടാക്കിയത് മുഴുവനും ധാരാളം പണമുണ്ടായിരിക്കലോടുകൂടെ, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കലോടുകൂടെ അവിടെ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ഭക്ഷിക്കാൻ ആളുകൾ വന്നതിൻ്റെ പേരിൽ പെർക്കാർക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് അത് മദ്ഹായി വരിക. അതിനാദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പശ്ചാത്തലം നാം നോക്കണം. കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ രണ്ട് നിലക്കട പിടിക്കേണ്ടതുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ആദം നബി അലൈഹിസ്സലാം വരേക്കുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽ ഒരു മഹാനല്ലാത്ത, അല്ലാഹുവിനെ അനുസരിക്കുന്ന മൂമിനല്ലാത്ത ഒരാളും തന്നെ ഉണ്ടായിട്ടില്ല. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ആമിന ബീവി മുതൽ ഹവ്വാ റളിയല്ലാഹു അൻഹ വരേക്കുമുള്ള ഓരോരോ ഉമ്മമാരും അവരും പരിശുദ്ധരായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവരുടെ മിനഹിൽ മക്കിയയിൽ പറയുന്നു, കമാ ത്വാബത്ത് ദാതുക ബിമാ ഊതീതഹു മിനൽ കമാലിൽ അലാ കദാലിക ത്വാബ നസബുക فلم يكن في أمهاتك من لدن حواء إلى أمك آمنة ولا في آبائك من لدن آدم إلى أبيك عبد الله إلا من هو مصطفى مختار. ഹവ്വാ ആമിന ബീബി മുതൽ ഹവ്വാ വരേക്കും, അബ്ദുല്ലാഹി മുതൽ ആദം നബി അലൈഹി സ്വലാം വരേക്കും ഈ രണ്ട് വാപ്പ കുടുംബ പരമ്പരയിലും ഉമ്മ പരമ്പരയിലും മുസ്തഫയും മുഖ്താറുമല്ലാത്ത ഒരാളും തന്നെ ഉണ്ടായിട്ടില്ല. തങ്ങളത് വിശദമായി അത് തെളിയിക്കുന്നുണ്ട്. എല്ലാ ആയത്തുകളും ഹദീസുകളും പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഉന്നയിക്കാറുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയും പറയുന്നുണ്ട്. അൽ മിനഹുൽ മക്കിയ 99-ാമത്തെ പേജ് നോക്കിയാൽ 99 മുതൽ 5-6 പേജ് അതിനായിട്ട് വഹിച്ചിട്ടൊക്കെയാണ്. നാം അതിൻ്റെ രേഖകൾ ഇതിൻ്റെ താഴെ ചേർക്കുന്നുണ്ട്. വേണ്ടവർക്ക് നോക്കാം. മിനഹിൻ്റെ കോപ്പി തന്നെ നമ്മുടെ ഈ ക്ലാസ്സോട് കൂടെ വിടുന്നുണ്ട്. ഓരോരുത്തർക്കും നോക്കി മനസ്സിലാക്കാം. അംസിയിൽ ഇമാം ബുസൂരി പറഞ്ഞ ബൈത്ത്, ലം തസൽ ഫീ ളമാഇരിൽ കൗനി തുഖ്ത റുലകൽ ഉമ്മഹാതു വൽ ആബാഉ എന്ന ബൈത്തിൻ്റെ ശറയിൽ വിശദമായി അത് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസബ പരിശുദ്ധമാണ്. രണ്ട് നിലക്കും അവർക്ക് ഒന്ന്, ദാത്തിയായ അവർക്ക് യാതൊരു കോട്ടവും അവർക്കില്ല. രണ്ടാമത് അവർ ഭരണകർത്താക്കളാണവർ, അറുബാബു സൂദതാണവർ, സയ്യിദന്മാരാണവർ, നേതാക്കന്മാരാണ്, ഭരണാധികാരികളാണ്. അങ്ങനെയുള്ള ഒരു വലിയ കുടുംബത്തിൽ, രാജകുടുംബത്തിൽ അവർ റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നു. ജനിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല അത്യാവശ്യത്തിൽ കൂടുതൽ പണമുള്ള ഒരു പണക്കാരുടെ സമ്പന്നരുടെ മടിയിലേക്കാണ് റസൂലുള്ളാഹി തങ്ങൾ പ്രസവിച്ച് വീഴുന്നത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, ഈ പറയുന്നത് ശരിയാണോ അല്ലേ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറേ താരീഖുൽ ഖമീസ് എന്നാണ്, കുറേ അൽ ബിദായത്തു വന്നിഹായിൽ നിന്നാണ്, കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉദ്ധരിക്കുന്നത് തഫ്സീർ റാസിയിലാണ്. അതെല്ലാം ഇതോടുകൂടെ നാം വിടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ ഹാഷിം എന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായ അബ്ദുള്ള എന്നവർ, അവരുടെ പിതാവായ അബ്ദുൽ മുത്തലിബ്,
അവരുടെ പിതാവായ ഹാഷിമിൻ്റെ പിതാവായ അബ്ദുമനാഫിനെ സംബന്ധിച്ച് അല്പം പറഞ്ഞു. ഈ ഹാഷിം എന്നവർ അവരുടെ പേര് ഹാഷിമല്ല, അംർ എന്നാണ് പേര്. അംറുനിൽ ഉല എന്നും അവരെ സംബന്ധിച്ച് പറയലുണ്ട്. കാരണം അത്രയും ഉയർന്ന നിലവാരമാണ്, ഉയർന്ന സ്ഥാനമാണ്. അവർക്ക് ഹാഷിം എന്ന് പേര് ലഭിക്കാനുള്ള കാരണം ഹാഷിം എന്ന വാക്കിൻ്റെ അർത്ഥം ഭക്ഷണം, റൊട്ടി പോലെയുള്ള ഭക്ഷണങ്ങൾ കഷ്ണമാക്കി അതിലേക്ക് യോജിച്ചതായ കറികളോ അല്ലെങ്കിൽ തേനോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് ജനങ്ങൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നവർ. ولقبه هاشم لأنه كان يحشم الثريد لأهل مكة أيام الكهف. അവിടെ വരൾച്ച ഉള്ള കാലത്ത് മക്കക്കാർക്ക് സരീദ് കൊടുക്കുന്നവരായിരുന്നു. അത് കഷ്ണമായി മുറിച്ചിട്ട്. മാത്രവുമല്ല, ലോകത്ത് ഒരു തളികയുടെ പിന്നിൽ തളിക വെച്ച് കൊടുത്ത് ചുറ്റുഭാഗവും ഭക്ഷണിക്കാൻ വേണ്ടി ആളിരുത്തുന്ന സമ്പ്രദായം ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഹാഷിം എന്നവരാണ്. അവരായിരുന്നു അബ്ദുമനാഫിൻ്റെ വഫാത്തിൻ്റെ ശേഷം സിക്കായത്ത്, റിഫാദത്ത് എന്ന് പറയുന്ന 2 സ്ഥാനം ഏറ്റെടുത്തിരുന്നത്. ഹാഷിമിൻ്റെ സഹോദരനായ അബ്ദു ഷംസാണ് അവിടെയുള്ള ഈ പട്ടാള കാര്യങ്ങളും പോലീസിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള സൈനിക കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്നത് അബ്ദു ഷംസായിരുന്നു. അങ്ങനെ നിൽക്കാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആ പരമ്പരയിൽപ്പെട്ടവരാണ്. അവർ ഉഹുദിൽ അതുപോലെ തന്നെ ഖന്തക്കിലെല്ലാം സൈന്യത്തിൻ്റെ മക്കക്കാരുടെ സൈന്യത്തിൻ്റെ നേതാവായി അബൂ സുഫിയാൻ വന്നത് അങ്ങനെയാണ്. അബ്ദു ഷംസ് മുഖേന വരുന്നതാണത്. വലിയ ചരിത്രങ്ങളാണത്. ബദറിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോയത് കൊണ്ടാണ് അവർക്ക് പകരമായി കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ ബദറിലെ സൈന്യാധിപനായി വന്നത്. അങ്ങനെ സിക്കായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫഹിയാദും മിൻ അദമിൻ കാനത്ത് അല അഹ്ദി കുസയ്യിൻ. അബ്ദുമനാഫിൻ്റെ പിതാവായ കുസയ്യിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു തോലിനാലുള്ള വലിയൊരു ഹൗളാണ്, ഒരു പാത്രമാണ്, വലിയ പാത്രമാണ്. അതിൽ കാബൻ്റെ മുറ്റത്ത് അതിൽ കൊണ്ടുവന്ന് അത് വെക്കപ്പെടുകയും അതിൽ നാനാ ഭാഗത്തു നിന്നും നല്ല വെള്ളങ്ങൾ ശേഖരിച്ച് അതിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ആജിമാരും മറ്റുള്ള ആളുകളും അത് കുടിക്കും. റിഫാദത്ത് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി മക്കക്കാരിൽ നിന്ന്, കച്ചവടത്തിൽ നിന്ന് ശേഖരിക്കുന്ന, ഖുറൈശികളിൽ നിന്ന് ശേഖരിക്കുന്ന ഒരു പണമുണ്ട്. ആ പണത്തെ കൊണ്ടിട്ട് ഭക്ഷണമുണ്ടാക്കി അതിൽ കൊണ്ട് നിക്ഷേപിച്ച് ആവശ്യക്കാർ കഴിക്കുന്നത്. പിന്നീട് ഹാഷിം വന്നപ്പോൾ മറ്റുള്ളവരൊക്കെ നിന്നുള്ള പിരിവൊഴിവാക്കി അവർ അവരുടെ സ്വന്തം നിലക്ക് തന്നെ കച്ചവടം ചെയ്തു പണമുണ്ടാക്കി അങ്ങനെ എല്ലാവർക്കും ധാരാളമായി കൊടുക്കും. അതാണ് ഹാഷിമിൻ്റെ പ്രത്യേകത. ബഹുമാനപ്പെട്ട തഫ്സീറുർ റാസിയിൽ കാണാം, ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്ത ശിത്താഇ വസ്സൈഫ് എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറിൽ എന്താ, ഈ ഹാഷിം എന്നവരാണ് ആ 2 യാത്ര സംഘടിപ്പിച്ചത്. മക്കയിൽ ഒരു കാലത്ത് വല്ലാത്ത ദാരിദ്ര്യം വന്നു, വരൾച്ച വന്നു. വരൾച്ച വരുന്ന സമയത്ത് ഹാഷിം എന്നവർ പറഞ്ഞു, സംഭവമുണ്ട്, കുറേ സംഭവങ്ങൾ ഇത് പറയുന്നുണ്ട്. ഈ ഹാഷിം എന്നവർക്കൊരു മകനുണ്ടായിരുന്നു. റാസി പറയാണ്, ഒരു മകനുണ്ടായിരുന്നു. അവിടെ 2 യാത്ര, ഒന്ന് യമനിലേക്കാണ്, ഒന്ന് ഷാമിലേക്കാണ്. ചൂട് കാലത്ത് യമനിൽ തണുപ്പ് കാലത്ത് യാത്രക്ക് പോയാൽ യമനിലെ കാലാവസ്ഥ ഈ കൊടും തണുപ്പായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയിരുന്നത്. കാലാവസ്ഥ നിയന്ത്രിച്ച് അവിടെ തുടരാൻ കഴിയുന്നൊരവസ്ഥയായിരുന്നു. ആ 2 യാത്ര സംഘടിപ്പിച്ചത് ഹാഷിം എന്നവരാണ്. ഈ ഹാഷിം എന്നവർക്കൊരു മകനുണ്ടായിരുന്നു. ഈ 2 യാത്ര സംഘടിപ്പിക്കാനുള്ള കാരണമായി ഇമാം റാസി പറയാണ്, ആ മകൻ്റെ പേര് അസദ് എന്നാണ്. അങ്ങനെ അവർക്ക് ഹാഷിമിൻ്റെ മകനായ അസദിനിക്ക് ഒരു കൂട്ടുകാരുണ്ട്, ബനു മഖ്സൂമിൽപ്പെട്ട ഖുറൈശിയാണ് അവർ. ബനു മഖ്സൂമിൽപ്പെട്ട കൂട്ടുകാരനുണ്ട്. അവർ രണ്ടാളും വലിയ കൂടെ കളിക്കുകയും കൂടെ നടക്കുകയും ചെയ്യുന്നവരാണ്. ഹാഷിമിൻ്റെ മകൻ അസദും ബനു മഖ്സൂമിൽപ്പെട്ട ഒരു കുട്ടിയും. അങ്ങനെ ഒരു ദിവസം അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളും വിഷമവും വന്നപ്പോൾ അസദിനോട് വന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരൻ, ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ അസദ് ഹാഷിമിൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് വന്നു പോയി തൻ്റെ ഉമ്മാരുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ വല്ലാത്ത വിഷമത്തിലാണ്, അതുകൊണ്ട് തന്നെ അവനിക്ക് എന്തെങ്കിലും ഭക്ഷണം നൽകേണ്ടതുണ്ട്.
അങ്ങനെ ഉമ്മ ഭക്ഷണം കൊടുത്തയച്ചു, കുറേ പൊടിയും കുറേ നെയ്യും എല്ലാം അവർക്ക് കൊടുത്തയച്ചു. അതുകൊണ്ട് കുറേ കാലം അവർ ജീവിച്ചു. പിന്നീട് അത് തീർന്നപ്പോൾ രണ്ടാമത് ഇതേ കുട്ടി അസദിനോട് വന്നിട്ട് വിവരങ്ങൾ പറഞ്ഞു. അസദ് ഉമ്മാനോട് പോയി പറഞ്ഞപ്പോൾ ഹാഷിം അറിയാതൊന്നും കൊടുക്കൂലല്ലോ. ഹാഷിം എഴുന്നേറ്റ് നിന്നു. ഹാഷിമുൻ ഖതീമൻ ഫി ഖുറൈശ്, ഖുറൈശികളിൽ ഖതീബായി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നക്കും അജ്ദബ്തുൻ ജദബൻ തഖില്ലൂന ഫീഹി വതുദല്ലൂൻ, നിങ്ങൾക്ക് ഇവിടെ വളരെ നിസ്സാരത അനുഭവപ്പെടുന്നുണ്ട്, നിങ്ങൾക്കാണെങ്കിൽ സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്നുണ്ട്, ആ നിലക്കുള്ള വരൾച്ച നിങ്ങൾക്ക് പിടിപെട്ടിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹറമിൻ്റെ അഹ്ലുകാരാണ്. വഅസ്റാഫുൽ ദിആദം വന്നാസു ലക്കും തബഉൻ. പ്രസംഗം തുടരുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ജനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് താബീങ്ങളാണ്, നിങ്ങൾ അഷ്റാഫാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നഹ്നു തബഉൻ ലക, ജനങ്ങൾ ഞങ്ങളോട് താബി ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് താബിയ, നിങ്ങൾ പറഞ്ഞു കേട്ടോളാ. ഫലൈസ അലൈക മിന്നാ ഖിലാഫ്, ഞങ്ങൾപ്പെട്ട ഒരാൾക്കും നിങ്ങളോട് എതിർപ്പില്ല. അങ്ങനെയാണ് അങ്ങനെ മഹാനവറുകൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. ഉള്ള സമ്പത്ത് കൊണ്ട് ആരോഗ്യമുള്ള എല്ലാവരും യാത്ര പോവുക. ഷിത്തായിൽ ഒരു യാത്ര യമനിലേക്കും, ചൂടുകാലത്ത് ഷാമിലേക്കും ഒരു യാത്രയും കച്ചവടത്തിന് വേണ്ടി പോകണം. ഒരു തീരുമാന. ഫമാ റബിഹൽ ഗനിയ്യു ഖസ്സമഹു ബൈനഹു വബൈനൽ ഫഖീർ. അത് അങ്ങനെ കഴിവുള്ളവർ പോയിട്ട് കച്ചവടം ചെയ്തു കിട്ടുന്ന ലാഭം അത് എല്ലാവർക്കും സമമായി വീതിക്കണം. നമ്മളെ കൂട്ടത്തിൽ ഫക്കീറന്മാരുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, ഫലം യകുൻ ഫിൽ അറബി ബനു അബിൻ അക്തറ മാലം വലാ അഅ്സബ മിൻ ഖുറൈശ് വലാ അഅ്സ മിൻ ഖുറൈശ്. ലോകത്ത് അറബികളെ കൂട്ടത്തിൽ ഏറ്റവും മുതലുള്ളവരും ഓരോരോ വീട്ടിലും സമ്പന്നരായിരുന്ന ഖുറൈശികൾ. കാരണം ഹാഷിമിൻ്റെ ഈ സ്വഭാവം കൊണ്ട് കിട്ടിയ പണം എല്ലാവർക്കും വീതിച്ചു കൊടുക്കും. ഓരോരുത്തരെയും എല്ലാവരെയും ഒരേ സ്ഥാനത്ത് മുതലാളിമാരായി നിർത്തുന്ന സ്വഭാവമായിരുന്നു. അതാ ഖുർആനിൽ മദ്ഹായി പറയുന്ന ലീലാഫി ഖുറൈശിൻ ഈലാഫിം, ഖുറൈശികളുടെ അണക്കം. ഉള്ളോല് ഇല്ലാത്തവർക്ക് അവരെ മുതലാണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇല്ലാത്തവർ എന്നാണ് വിഷയം അവിടെ ഇല്ല, എല്ലാവരും സമ്പന്നരായി മാറുന്ന അവസ്ഥ. ഇതിൽ പല കിതാബുകളിലും ഈ വിഷയം ഞാൻ ഈ പറഞ്ഞത് റാസി എന്നാണ് ഇപ്പോൾ വായിച്ചത്. അങ്ങനെ റാഷിം എന്ന മഹാൻ റളിയല്ലാഹു പറയുന്ന കുഴപ്പമൊന്നുമില്ല, അവരെല്ലാവരും അർബാബ് സൂദതാണ്. അങ്ങനെ ഹാഷിം എന്നവർ ധാരാളം ധർമ്മം ചെയ്യുന്നവരും ധാരാളം വലിയവരും അവരെ മറികടക്കാൻ പറ്റുന്ന ഒരു സമ്പന്നൻ അവിടെ ഇല്ലായിരുന്നു. മാത്രവുമല്ല വലിയ കഴിവുള്ള ആളാണ്. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, കിതാബുകളിൽ ധാരാളം ഉദ്ധരണികളുണ്ട്. ഹാഷിം എന്നവർ വലിയ സമ്പന്നവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുള്ളവരായിരുന്നു. വകാനത്ത് മായിദത്തുഹു മൻസൂബത്തൻ ലാ തുർഫു ഫിസ്സറായി വല്ലറാ. മനസ്സിലാക്കേണ്ട വിഷയ, നല്ല കാലത്തും വിഷമുള്ള കാലത്തും ഹാഷിം എന്നവരുടെ മായിദ, സുപ്ര, ഭക്ഷണത്തിന് വേണ്ടി വിരിക്കുന്ന സുപ്ര, അത് ഉയർത്തലില്ല. അത് എപ്പോഴും വിരിച്ച് നിറച്ച് ഭക്ഷണത്തോട് കൂടെ നിൽക്കുന്നതായിരുന്നു. അതുപോലെ ഇല്ലാത്ത ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാവരും ഹാഷിമിൻ്റെ അടുക്കലേക്ക് വന്ന് ആ സുപ്രയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് അവരുടെ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഏത് പുരോഹിതന്മാരും ഏത് മുൻ വേദങ്ങളെ കൊണ്ട് അറിയുന്ന ആര് കണ്ടാലും അവരുടെ കയ്യെ പിടിച്ച് ചുംബിക്കും. അവർ നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹിയുടെ ചെറുപ്പത്തിലുണ്ടായതുപോലെ തന്നെ ലാ യമുറു ബിശൈഇൻ ഇല്ലാ സജദ ഇലൈഹി. താരീഖുൽ ഖമീസിലാണ് ഈ വായിക്കുന്നത്. ഏത് സയ്യിദിന്റെ അടുക്കലേക്ക് വസ്തുക്കളുടെ അടുക്കൽ നടന്നു പോകുമ്പോഴും അത് സുജൂദ് ചെയ്യും. എല്ലാ അറബികളും എല്ലാ പുരോഹിതന്മാരും അവരുടെ അടുക്കലേക്ക് വഫുദായി നിവേദക സംഘമായി വരുമ്പോൾ അവരെല്ലാവരും ഹാഷിമിനെ സംബന്ധിച്ച് കേട്ടതിൻ്റെ പേരിൽ അവരുടെ ഭംഗിയുള്ള പെൺമക്കളെയും കൊണ്ടുവരും. യഹ്മിലൂന ബനാതഹും യഅരിദൂന അലൈഹി ലിയതസവ്വജ ബിഹിന്ന. കണ്ടോ, കല്യാണം കഴിക്കാൻ വേണ്ടി ഏത് നല്ല പെൺകുട്ടികളുണ്ടോ അത് മുഴുവൻ ഇവരുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും. നിങ്ങൾ കെട്ടിക്കോളി പറഞ്ഞിട്ട്. ഏതുവരേക്കും റോമിലെ രാജാവായ ഹിറക്കില് അയാൾ ഒരു ദിവസം ഹാഷിമിന് കത്തെഴുതുകയാണ്.
എന്താ ഇന്നലി ഇബ്നതൻ ലം തലിദിൻ നിസാഉ അജ്മല മിൻഹാ വലാ അബ്ഹാ വജ്ഹാ, എനിക്കൊരു മകളുണ്ട്, അതുപോലെ ഭംഗിയുള്ള അതുപോലെ തെളിച്ചമുള്ള ഒരു പെൺകുട്ടിയെ ലോകത്ത് പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടില്ല, അത്രയും ഭംഗിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് മുന്നിട്ട് വരണം, നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. ഓളെ ആർക്ക് വന്നിട്ട് ഞാൻ കഴിച്ചു കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് കഴിച്ചു തരാം. ഫഖദ് ബലഗനി ജൂദുക വകറമുക, നിങ്ങളുടെ ജൂദ് നിങ്ങളുടെ കറമ് എല്ലാം എനിക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ വലിയ ആളാണ്, എനിക്ക് തുണയാണെന്നുള്ള വിവരം എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരണം കല്യാണം കഴിക്കാൻ. അങ്ങനെ മഹാനവർകൾ അതിൽ നിന്നെല്ലാം മാറി നിന്നു. എന്താ ഹാഷിം എന്നവർ സമ്മതിക്കൂല. പിന്നീട് ഹാഷിം എന്നവർ ഏത് വിവാഹാലോചന വന്നിക്കാണെങ്കിലും യസ്അലു ഇലാഹസ്സമാ, ആകാശത്തിൻ്റെ ഇലാഹിനോട് ചോദിക്കും, അള്ളാഹുവെ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയാണ് ഒരു ദിവസം രാത്രി നിങ്ങൾ മദീനയിൽ പോവണം, അവിടെയുണ്ട് സക്കീന എന്ന് പറയുന്ന ഒരു മഹദി, അവളെ വിവാഹം ചെയ്യണം. അങ്ങനെയാണ് മഹാനായ ഹാഷിം റളിയല്ലാഹു അൻഹു മദീനയിൽ പോകുന്നതും സക്കീനയെ കാണുന്നതും. സക്കീനെ സംബന്ധിച്ച് മഹാന്മാർ പറയുന്നത് വകാനത്ത് ഫീ സമാനിഹാ ഖദീജത ഫീ സമാനിഹാ ലഹാ അഖ്ലുൻ വഹിൽമുൻ, നല്ല ബുദ്ധിയുണ്ട്, നല്ല തൻ്റെ ഇടമുണ്ട്. ഖദീജ ബീവി എങ്ങനെയായിരുന്നോ ഖദീജ ബീവിൻ്റെ കാലത്ത് അതുപോലെയുള്ള പെണ്ണാണ്. ആ മഹദിയെ മഹാനവറുകൾ കല്യാണം കഴിച്ചു. വിശദമായ ചരിത്രമുണ്ട്. സക്കീന അവരോട് കല്യാണം കഴിക്കുമ്പോഴുള്ള നിയമമായിരുന്നു പ്രസവം സ്വന്തം വീട്ടിൽ നിന്നായിരിക്കണം, ഏത് സമയത്ത് അവർ പറയുന്ന മാതിരി ആയിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് എന്നെല്ലാം നിശ്ചയമുള്ളവരായിരുന്നു. പിന്നീട് ഹാഷിം കല്യാണം കഴിച്ചതോടുകൂടെ തന്നെ ആ നിയമങ്ങളെല്ലാം പോയി മക്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മക്കയിൽ വെച്ച് ഗർഭിണിയായി പ്രസവിക്കാനായപ്പോൾ മദീനയിലേക്ക് വന്നു. പിന്നെ മദീനയിൽ നിന്ന് ഹാഷിം എന്നവർ ഗസയിലേക്ക് പോയി. ഫലസ്തീനിലെ ഗസ, ഇപ്പം യുദ്ധം നടക്കുന്ന ഗസയിൽ ചെന്നു. അവിടെയായിരുന്നു കച്ചവടത്തിൻ്റെ പ്രധാന സ്ഥലം. അവിടെ വെച്ച് വഫാത്തായി. ചെറുപ്രായത്തിൽ തന്നെയാണ് വഫാത്താകുന്നത്. പിന്നീട് ഹാഷിമിനിക്ക് വേറെയും മക്കളുണ്ട്, വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്, വേറെയും മക്കളുണ്ട്. ആ സക്കീന റളിയല്ലാഹു അൻഹാ പ്രസവിച്ചതായ മകനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിന്റെ പിതാവിൻ്റെ പിതാവ്. ഹാഷിം എന്നവർ സക്കീന എന്ന അന്നത്തെ ഏറ്റവും വലിയ രാജ്ഞിയെ വിവാഹം കഴിക്കുകയും അതിലുണ്ടായ മകനാണ് അബ്ദുൽ മുത്തലിബ്. അവരുടെ പേര് ഷൈബ എന്ന, തലയിലൊരു കല ഉണ്ടായതുകൊണ്ടാണ് ഷൈബ എന്ന് പേരിട്ടത്. അവർ വളർന്നത് ആദ്യകാലം മദീനയിലാണ്, ഉമ്മാൻ്റെ അടുത്ത്. അങ്ങനെ മദീനയിൽ വെച്ച് അവർ കളിക്കുമ്പോൾ, കൂട്ടുകാരെ കൂടെ കളിക്കുമ്പോൾ അവർ പറയും അന ഷൈബത്ത് ബിനു ഹാഷിം ബിനു അബ്ദു മനാഫ് എന്നങ്ങനെ പറയലുണ്ട്. അവർ അമ്പെയ്ത് കളിക്കും. അങ്ങനെ പല മത്സരങ്ങളും നടത്തുമ്പോൾ അതിലൊക്കെ അബ്ദുൽ മുത്തലിബ് വിജയിക്കും. അപ്പോഴൊക്കെ അന ഷൈബത്ത് ബിനു ഹാഷിം എന്നങ്ങനെ പറയും. അത് കേട്ടപ്പോൾ ഒരു ദിവസം മക്കയിൽ നിന്ന് ഒരു ഖുറൈശിയായ ഒരു ഹാരിസി കബീലയിൽപ്പെട്ട ഒരാൾ വന്നു. അവർ വന്നു ഇവരിങ്ങനെ ഈ കുട്ടി ചെറിയ കുട്ടിയാണ്. അവരങ്ങനെ ചെറുപ്പക്കാരടിയിൽ കുളിക്കുമ്പോഴൊക്കെ അന ഷൈബത്ത് ബിനു ഹാഷിം, അന ബിനു ഹാഷിം എന്നങ്ങനെ പറയുമ്പോൾ അവർ ചോദിച്ചറിഞ്ഞു ഇതാരാണ് കുട്ടി, എന്താണ്? അപ്പോഴാണ് പറഞ്ഞത് ഇത് ഹാഷിബിന് അബ്ദു മനാഫിൻ്റെ മകനാണ്, ഇവിടെ ഉമ്മ ഇവിടെയാണ് എന്നുള്ള ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പോയി മക്കയിൽ പോയി ഹാഷിമിൻ്റെ സഹോദരനായ മുത്തലിബ് എന്നവരോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ്റെ മകൻ അവിടെയുണ്ട്, അവൻ നിങ്ങളെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ പോയി കൊണ്ടുവരണം. അങ്ങനെയാണ് മുത്തലിബ് എന്നവർ കൊണ്ടുപോകാൻ വേണ്ടി മദീനയിലേക്ക് വരുന്നത്. വിശദമായ ചരിത്രങ്ങളുണ്ട്. അങ്ങനെ ഒരഭിപ്രായപ്രകാരം വഴിയിൽ വെച്ച് കുട്ടിയെ കണ്ടെത്തുകയും അങ്ങനെ തന്നെ കുട്ടിയോട് വിവരങ്ങൾ പറയുകയും ഒട്ടകപ്പുറത്ത് കയറ്റി കൊണ്ടുപോവുകയും ഉമ്മാനോട് വിവരം പറയാൻ വേണ്ടി വേറെ ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നൊരു റിവായത്തുണ്ട്. മറ്റൊരു റിവായത്തിലുള്ളത് ഉമ്മാൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ മക്കയിൽ കൊണ്ടുപോവാണ്, നിങ്ങൾ സമ്മതം തരെന്ന് പറഞ്ഞപ്പോൾ സമ്മതം കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും മക്കയിലേക്ക് ദീർഘമായ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷൈബ എന്ന് പറയുന്ന നമ്മുടെ റസൂലുള്ളാഹിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് വളരെ ക്ഷീണിതനായിരുന്നു. ആളുകൾ ഹാഷിമിനോട് ചോദിച്ചു ഇതാരാ, മുത്തലിബിനോട് ചോദിച്ചു ഇതാരാണ്. അപ്പോൾ നല്ല ഡ്രസ്സോ
ചളിയും മറ്റേ യാത്ര കഴിഞ്ഞ് ദീർഘയാത്ര കഴിഞ്ഞവരല്ലേ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപം കാണുമ്പോൾ അവർക്ക് മതിപ്പ് കുറയണ്ട എന്ന് മനസ്സിലാക്കി അവർ പറഞ്ഞു അബ്ദി എന്ന് പറഞ്ഞു, എൻ്റെ അടിമയാണ്. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പേര് കിട്ടിയത്. പിന്നെ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം അണിയിച്ചു. വലിയ ആയും നീട്ടുള്ള നല്ല പത്രാസുള്ള ഭംഗിയുള്ള സുന്ദരനായ സുമുഖനാണ്. അവരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് നമ്മളെ ഹാഷിമിൻ്റെ മകനാണ്. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന പേര് അവർക്ക് കിട്ടുന്നത്. പിന്നീട് അവർ മക്കയിലെത്തിയോട് കൂടെ മക്കയിലെ എല്ലാവിധയുടെയും കാരണവരായി മാറിയിരുന്നു. അവരാണ് കച്ചവടത്തിൽ വലിയ വിദഗ്ധനായിരുന്നു. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീൻ്റെ ആദ്യകാലത്ത് റസൂലുള്ള താമസിച്ചിരുന്ന ഹിറാ ഗുഹ, ആ ഹിറാ ഗുഹയിൽ ആദ്യമായി പോയി ഒറ്റക്കിരുന്ന് ഈ ഭാഗത്തിരുന്നവർ അവരായിരുന്നു. അവ്വലു മൻ തഹന്നത ബിറാ. പ്രത്യേകിച്ചും അന്നും റമദാൻ മാസം അന്നേ ഉള്ളതാണ്, അറബി മാസമാണല്ലോ. റമദാൻ മാസം അവർ വന്നു കഴിഞ്ഞാൽ ഹിറയിലും അതിൻ്റെ ചുറ്റുഭാഗത്തും ധാരാളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പതിവായിരുന്നു അവർ. മാത്രവുമല്ല ഈ അബ്ദുൽ മുത്തലിബ് എന്നവർ മനുഷ്യന്മാർക്ക് മാത്രമല്ല, وقال ابن قتيبة يرفع من مائدة عبد المطلب للوحوش والطير في رؤوس الجبال. പക്ഷികൾക്കും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾക്കുമെല്ലാം ധാരാളം ഭക്ഷണം വിതരുമായിരുന്നു. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് ഫയ്യാദ് എന്ന സ്ഥാനപ്പേര് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അൽ ഫയ്യാദ് എന്ന. കാരണം എന്താ ഫയ്യാദ് എന്നതാ വെള്ളം പൈപ്പ് പൊട്ടി വെള്ളം തെറിച്ച് വീഴും പോലെ വെള്ളം ധർമ്മം ധാരാളമായി കൊടുക്കുന്നവർ. മറ്റൊരു പേര് അവർക്കുള്ള പേരാണ് മുത്തൈറിസമാ, ആകാശത്തിലെ പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നവർ. വക്കാന മുജാബത്ത് ദഅവ, അവർ ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്നവരായിരുന്നു. നമുക്കറിയാം അബ്രഹത്തിൻ്റെ ആനക്കലഹവുമായി ബന്ധപ്പെട്ടവരുടെ ദുആയും അതിൻ്റെ ഇജാബത്ത് നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് വലിയ ആളായി മാറുകയും മക്കയിലെ നേതാവായി വന്നു, എല്ലാവർക്കും വേണ്ടവരായി വന്നു. അങ്ങനെയാണ് അവർ ഫാത്തിമ ബിൻത് അംർ ബിൻ ആയിദ് എന്നവരെ വിവാഹം ചെയ്യുന്നത്. ആ വിവാഹത്തിൽ മഹ്റായി നൽകിയത് മഖ്സൂമി കുടുംബത്തിൽപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാൻ്റെ ഉമ്മ വല്യമ്മ ഫാത്തിമ എന്നവർ. അവർക്ക് മഹ്റായി നൽകിയത് വലിയ ഉയർന്ന പൂഞ്ഞയുള്ള എല്ലാ നിബന്ധനയും ഒത്ത 100 ഒട്ടകവും 10 ഊക്കിയ സ്വർണവും. 10 ഊക്കിയ എന്ന് പറഞ്ഞാൽ ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ 3.5 പവനാണ്. അപ്പോൾ ഏകദേശം 35 പവൻ സ്വർണവും മഹർ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, 35 പവൻ സ്വർണവും 100 വലിയ പൂഞ്ഞയുള്ള ഒട്ടകങ്ങളെയും മഹർ കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതിലാണ് അബ്ദുള്ള എന്ന് പറയുന്ന മഹാൻ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവുണ്ടാകുന്നത്. ആ പിതാവും കച്ചവടക്കാരനായിരുന്നു. പിതാവ് കച്ചവടക്കാരനാണ്. അവർ 17ാമത്തെ വയസ്സിലാണ് ആമിന റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. അന്ന് ആമിന ബീവിക്ക് 14 വയസ്സാണെന്നും അതല്ല 16 വയസ്സാണെന്നും അഭിപ്രായമുണ്ട്. അബ്ദുള്ള എന്നവർക്ക് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും റാജിഹ അഭിപ്രായം 17ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം കഴിച്ച് ഗർഭിണിയായപ്പോഴാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു യാത്രാ മധ്യേ വഴിയിൽ വെച്ച് വഫാത്താകുന്നത്. ചെറുപ്പത്തിലുള്ള വഫാത്താണ്. അന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് 2 അടിമകളുണ്ട്. അതെല്ലാം 2 അടിമ സ്ത്രീകളും 1 അടിമ സക്രാൻ എന്ന അടിമയുമാണെന്നും അഭിപ്രായമുണ്ട്. 3 അടിമകളായി 5 ഒട്ടകങ്ങൾ, 1 ആട്ടും പറ്റം, ഒരു ആമിന ബീവിയെ താമസിപ്പിച്ചിരുന്ന വീട്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുള്ള എന്നവരിൽ നിന്ന് അനന്തരമായി പിതാവിൻ്റെ അനന്തരമായി ലഭിച്ചതാണ്. റസൂലുള്ളാഹി വഫാത്ത് ജനിക്കുമ്പോൾ അബ്ദുള്ള വഫാത്തായിട്ടുണ്ട്. ഇതാണ് നാം പറയുന്നത് റസൂലുള്ളാഹി ഭൂമിയിലേക്ക് പ്രസവിച്ച് വീഴുമ്പോൾ റസൂലുള്ളാഹി ഫഖീറല്ല, യതീം എന്ന് പറയുമ്പോഴേക്കിനും യതീംഖാനയിൽ ചേർക്കേണ്ടത് എന്ന് മനസ്സിലാക്കരുത്. നബി തങ്ങളുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയതാണെങ്കിലും അവർക്ക് അത്യാവശ്യം സമ്പത്തുണ്ട്. 5 ഒട്ടകമുണ്ടായാൽ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമല്ലേ? 5 ഒട്ടകവും ഏതാനും ആടുകളും 3 അടിമകളും 1 വീടും നബി തങ്ങൾക്കുണ്ട്. ഇത് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ളാഹി ജനിച്ചു വീഴുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഫഖീറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായ ആമിന ബീവി ബനൂ സുഹറ കബീലയിൽപ്പെട്ട ഏറ്റവും വലിയവരാണ്. അതിനൊരു കാരണമുണ്ട്.
അബ്ദുൽ മുത്തലിബ് ഷാമിലേക്ക് കച്ചവടത്തിന് പോയപ്പോൾ ഒരു പുരോഹിതൻ വന്ന് കൈപിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കുടുംബത്തിലാണ് നുബുവത്ത് ലഭിക്കാൻ പോകുന്നതും ഭരണം ലഭിക്കാൻ പോകുന്നതും, അത് ബനൂ സുഹ്റയിൽ നിന്ന് കല്യാണം കഴിക്കുകയും വേണം, എന്നാൽ നിങ്ങളിൽ എന്തുണ്ടാകും. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് തിരിച്ചു വന്നു. അബ്ദുൽ മുത്തലിബ് ഉഹൈബ് എന്നവരുടെ മകളായ ഹാലയെ കല്യാണം കഴിച്ചു. അബ്ദുള്ള എന്നവരെ കൊണ്ട് വഹബിൻ്റെ മകളായ ആമിന ബീവിയെയും കല്യാണം കഴിച്ചു. രണ്ടാളും ഖുറൈശി പ്രമുഖരാണ്. വഹബാണ് ബനൂ സുഹ്റയിലുള്ള രാജാവ്. ഖുറൈശികളിൽപ്പെട്ട ബനൂ സുഹ്റയിലുള്ള ഏറ്റവും വലിയ കാരണവർ അവരാണ്. ആ വഹബിൻ്റെ മകള് അബ്ദുള്ള എന്നവർക്കും വഹബിൻ്റെ സഹോദരൻ്റെ മകൾ ഉഹൈബിൻ്റെ മകൾ ഹാലയെ അബ്ദുൽ മുത്തലിബും ഒരു സദസ്സിലായിരുന്നു കല്യാണം എന്നാണ് പറയുന്നത്. അതിലാണ് നബി സല്ലല്ലാഹു ആമിന ബീവി റസൂലുള്ളാഹിനെ പ്രസവിച്ചു. ഉഹൈബിൻ്റെ മകൾ ഹാല ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പ്രസവിച്ചു. രണ്ടാളും പ്രായക്കാരാണ്. അങ്ങനെ ആ അബ്ദുള്ള എന്നവർ ആമിന ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. ആമിന ബീവിയുടെ വീട്ടിൽ 3 ദിവസം ഇവിടെ താമസിച്ചു. അത് വലിയ ആഘോഷമായിരുന്നു. ഒരു ഭാഗത്ത് വലിയ മരണങ്ങളും നടന്നു. ചരിത്രത്തിൽ പറയുന്നത് 100ഓളം സ്ത്രീകൾ ആമിന ബീവിയെ അബ്ദുള്ളാഹി കല്യാണം കഴിച്ചു എന്ന് വിവരം അറിഞ്ഞപ്പോൾ മരണപ്പെട്ടു എന്നാണ്. എന്തിൻ്റെ പേരിൽ? സങ്കടം കാരണമായിട്ട്, ടെൻഷൻ കാരണമായിട്ട് അവർ 100ഓളം സ്ത്രീകൾ, 100ൽ കൂടുതൽ സ്ത്രീകൾ മരണപ്പെട്ടു. കാരണം അവരെല്ലാവരും അബ്ദുള്ള എന്നവരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു. ഇത് പല സീറ കിതാബിലുമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ വലിയ ധനികയാണ്. അബ്ദുള്ള എന്നവർ ചെറുപ്പത്തിൽ മരിച്ചിരിക്കുകയാണെങ്കിലും അവിടെ അനന്തരം റസൂലുള്ളാഹി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത് റസൂൽ ജനിക്കുമ്പോൾ ഫക്കീറല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തിയെടുക്കാൻ വാപ്പ മരിച്ചാൽ പിന്നെ വല്ലിപ്പയാണ് നോക്കേണ്ടത്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. അബ്ദുള്ളാഹിയുടെ അവസ്ഥ എന്താ? അബ്ദുൽ മുത്തലിബിൻ്റെ അവസ്ഥ എന്താ? അബ്ദുൽ മുത്തലിബ് വലിയ കോടീശ്വരനാണ്. മഹർ കൊടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു കല്യാണം കഴിക്കുമ്പോൾ. മാത്രവുമല്ല, അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി ജനിക്കുന്നതിൻ്റെ 53 ദിവസം മുമ്പാണ് അബ്രഹത്തിൻ്റെ ആനക്കലഹമുണ്ടാകുന്നത്. അന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകമായിരുന്നു അബ്രഹത്ത് മക്കയിൽ നിന്ന് തൊളിച്ചു കൊണ്ടുപോയിരുന്നത്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എനിക്ക് അബ്രഹത്തുമായി സംസാരിക്കണം. അങ്ങനെ വേദി ഒരുങ്ങി. അബ്രഹത്തിൻ്റെ സൈന്യത്തിന് മുന്നിലേക്ക് അബ്ദുൽ മുത്തലിബ് വരുമ്പോൾ ആ ഗാംഭീര്യം കണ്ട് അബ്രഹത്തിനിക്ക് അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൻ എഴുന്നേറ്റ് നിന്നു. കൂടെ ഇരിക്കുന്നത് യമനി രാജാക്കന്മാർക്ക് മോശമായതിൻ്റെ പേരിൽ തന്നെ അവനെന്ത് ചെയ്തു? താഴെ സാധാരണക്കാരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങി വന്നു. അബ്ദുൽ മുത്തലിബിനെ കൂടെ ഇരുത്തി സംഭാഷണം തുടങ്ങി. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ 200 ഒട്ടകം തൊളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചു തരണം. അപ്പോഴാണ് അബ്രഹത്ത് പറയുന്നത്, ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ, നിങ്ങളെപ്പറ്റി കേട്ടപ്പോൾ നിങ്ങൾ വലിയ നേതാവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെ കണ്ടപ്പോഴും വലിയ മതിപ്പുണ്ടായിട്ടുണ്ട്. ഈ സംഭാഷണത്തോടു കൂടെ എൻ്റെ എല്ലാ മതിപ്പും പോയി. കാരണം നിങ്ങളുടെ ഏറ്റവും അഭിമാനസ്തംഭമായ കഅബ പൊളിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പറയാതെ നിങ്ങൾ 200 ഒട്ടകം തരണം എന്നല്ല നിങ്ങൾ പറയുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി ഉണ്ട്, അന റബ്ബുൽ ഇബിൽ വലിൽ ബൈത്തി റബ്ബുൻ സയംനഉക അൻ. ഞാൻ എൻ്റെ ഒട്ടകം കൊണ്ടുവന്നു, അതിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്, അതിനെപ്പറ്റി സംസാരിക്കലേ എനിക്ക് ബാധ്യമുള്ളൂ. ഒട്ടകത്തിൻ്റെ ഉടമ ഞാനാണ്. കഅബത്തിനിക്ക് റബ്ബുണ്ട്, ആ റബ്ബ് നിന്നെ അതിനെ തൊട്ട് തടയും. പിന്നെ പോയിട്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും ദുആന്റെ ഇജാബത്ത് ലഭിക്കുന്നതും. കല്ലുകൊണ്ട് തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജിൽ എന്ന് പറയുന്ന വലിയ സംഭവ വികാസങ്ങൾ അവിടെ നടക്കുന്നതും. അപ്പോൾ 53 ദിവസം മുമ്പ് 200 ഒട്ടകം ഇയാൾക്ക് തോൽച്ചുകൊണ്ടിരാൻ മാത്രം ഒരു സ്ഥലത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8ാമത്തെ വയസ്സിലാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മരണം നടക്കുന്നത്. അന്ന് അബ്ദുൽ മുത്തലിബ് അതിനെ കബറടക്കാൻ വേണ്ടി അവർ മക്കാർ ഒരുമിച്ച് കൂടി എന്ത് ചെയ്യണം? നമ്മൾ നേതാവ് മരിച്ചു, പലരും പറഞ്ഞു കബറടക്കാൻ പറ്റൂല, നമുക്കിതിൽ പകരമായിട്ടൊരാളില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ആ ബോഡി നിൽക്കട്ടെ. അങ്ങനെ എന്തായാലും കുറേ ദിവസങ്ങളോളം അവിടെ വെച്ച് നിന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്.
അവരെ കഫൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് യമനിൽ നിന്ന് കൊണ്ടുവരുന്ന 1000 ദീനാർ വിലയുള്ള 2 തുണിയിലാണ്. വളരെ വില കൂടി. 1000 ദീനാർ എന്ന് പറയുമ്പോൾ ഏകദേശം 500ഓളം പവൻ വരും. മാത്രവുമല്ല അവരുടെ ശരീരത്തിന് അവർ കുളിപ്പിച്ചു. ശരീരം മുഴുവനും മാനിൻ്റെ രക്തമാകുന്ന ഏറ്റവും ലോകത്ത് വില പിടിപ്പുള്ള സുഗന്ധമാകുന്ന മിസ്ക് കൊണ്ട് അവരുടെ ശരീരം മുഴുവനും പൊതിഞ്ഞു എന്നാണ്. ഇതെല്ലാം അവരുടെ സമ്പത്താണ്. വലിയ സമ്പന്നനായ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിരുന്നത്. പിന്നീട് അബൂ താലിബ് റളിയല്ലാഹു അൻഹു മഹാനവർകളും ചില്ലറക്കാരനല്ല. അബൂ താലിബും അത്യാവശ്യം പണമുള്ളവരാണ്. അത്യാവശ്യമല്ല, മക്കയിലുള്ള സിക്കായത്തേറ്റ് അബ്ദുൽ മുത്തലിബിൻ്റെ സിക്കായത്ത് അവർക്കാണ്. എല്ലാവർക്കും വെള്ളം കൊടുക്കൽ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കൽ. അബൂ താലിബ് സർവസമ്മതനായ അബ്ദുൽ മുത്തലിബിൻ്റെ സർവസമ്മതനായ ഭരണാധികാരിയും നേതാവും കാരണവരുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകിയത് അബൂ താലിബ് അല്ലേ. ആ അബൂ താലിബ് ധാരാളം പണമുള്ളവരും ഭക്ഷണം കൊടുക്കുന്നവരുമായെങ്കിലും അവരുടെ കച്ചവടത്തിലേക്ക് ചെറിയ ഒരു പൊട്ടൽ സംഭവിച്ചു. അത് സാധാരണ ഉണ്ടാകുന്ന വിഷയമാണ് ചില സമയത്ത്. അത് കുറേ കാലത്തിൻ്റെ ശേഷമാണ്. അങ്ങനെ പ്രശ്നം വന്നപ്പോൾ, ഹജ്ജിൻ്റെ സീസൺ വന്നപ്പോൾ അബൂ താലിബ് അൽ ബിദാഅത്ത് വന്നിഹായ നോക്കിയാൽ കാണാൻ സംഭവം. അബൂ താലിബ് അബ്ബാസ് എന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 10,000 നിങ്ങൾ കടം തരണം ഹാജിമാരെ സ്വീകരിക്കാൻ. അതായത് അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് കൊടുത്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ താലിബിനേക്കാൾ കുറേ വയസ്സിന് താഴെയുള്ള ആളാണ്. അത് കൊടുത്തു. അതിൻ്റെ ശേഷമാണ് പിറ്റത്തെ വർഷം വരുമ്പം പറഞ്ഞു, നിനക്ക് കഴിഞ്ഞ വർഷം വാങ്ങിയ 10,000-ഉം ഈ വർഷത്തേക്ക് എനിക്ക് ഒരു 14,000-ഉം തരണം, കടം തരണം. എന്നിട്ട് 24,000 ഞാൻ പിന്നീട് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കടം തരാം, 14,000 ഞാൻ കടം തരാം. പക്ഷേ കടം തരുമ്പോൾ ഇനി അത് പറഞ്ഞ ഡേറ്റിന് തിരിച്ചു തരുന്നില്ലെങ്കിൽ സിക്കായത്ത് എന്ന അധികാരം എനിക്ക് തരണം. എന്നാൽ സിക്കായത്ത് എന്ന അധികാരം എനിക്ക് തരുമ്പോൾ തരാനുള്ള 24,000 തരും വേണ്ട, പിന്നെയുള്ള അധികാരങ്ങൾ വേണ്ടതുപോലെ ഞാനത് നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യം നിലനിർത്തിക്കോളാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണ്, എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, കിതാബുകൾക്കുള്ള വിഷയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ താലിബ് സംരക്ഷിക്കുന്ന ആദ്യകാലത്ത് അബൂ താലിബ് ദരിദ്രനല്ല, ഒന്നുമില്ലാത്തവനല്ല. അങ്ങനെ മനസ്സിലാക്കുന്നത് തെറ്റാണ്. ഇടക്കാലത്ത് വെച്ച് അബൂ താലിബ് എന്നൊരു പ്രതിസന്ധിയാണ് ഒരു കച്ചവടം പൊട്ടുക എന്ന് പറയുന്നത്. അത് പിന്നീട് നികന്നിട്ടുമുണ്ട്. അതാണ് ചരിത്രം. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് പിതാവിൽ നിന്ന് അനന്തര സ്വത്തായി ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ സാധാരണ ഒരാളെ ഫക്കീർത്തരമില്ലാതെ ആക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച് വീഴുന്നത് ഫക്കീറായിട്ടല്ല. അതോടുകൂടെ പിന്നീട് റസൂലുള്ളാഹിനെ നോക്കേണ്ട അബ്ദുൽ മുത്തലിബ്, അബൂ താലിബ് ഇവരെല്ലാവരും അവിടുത്തെ ഏറ്റവും വലിയ ധനികരാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കുടുംബത്തിലാണ് റസൂലുള്ളാഹിന്റെ ജനനമുള്ളത്. ഫക്കീറുൽ മാലായിരുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ റളിയല്ലാഹു അൻഹു ധരിക്കുന്നുണ്ട്, ഞാൻ പിന്നീട് വായിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ലം യകും ഫഖീറൻ ബിൽ മാൽ, പണം കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ദാരിദ്ര്യം വന്നിട്ടേ ഇല്ല.